Hello guys, welcome to Signature Family. It's me Adarsh. It's me Needu. Guys, അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോവാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സോ ഗൈസ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണമൊക്കെ എവിടെ വരെ ആയി ഗൈസ്? ഞങ്ങളുടെ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരു റൗണ്ട് മേടിച്ച് ഇനി മേടിക്കാനുണ്ട്. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്, അല്ലേ? ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ ഗൈസ്, ഞങ്ങളൊരു ഓണം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് കൊളാബിന്റെ സംഭവമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വരുന്ന വഴിയിൽ ഈ വീക്കിൽ തന്നെ കാണും ഗൈസ്. സോ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പോകുന്ന വഴി കാണിച്ചു തരാമേ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. എവിടെയാണ് ആദ്യം പോകുന്നത്? ആദ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. നമ്മൾ മിസ്സായ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മേടിക്കാൻ പോവാ. പോയി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പർച്ചേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മേടിക്കാം. ഈ സൺഡേ കൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാതുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കും. ഓണമായിട്ട് ടൗണിലൊക്കെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സൺഡേ ആയിട്ട് കൂടി, പക്ഷെ അല്ലാത്ത ദിവസം നല്ല തിരക്കാട്ടോ. ഭയങ്കര തിരക്കാ, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ആയതുകൊണ്ടായിരിക്കും ഇന്ന് തിരക്ക് കുറവ്. എന്നാ തിരക്ക് കൂടണ്ടല്ലേ ഇന്നാണെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് വർക്കുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേജ് ഇടാൻ പോയിട്ട് വന്നതാണ്. ഇനിയിപ്പം വൈകുന്നേരം വരെ ഫ്രീയാ. വൈകിട്ട് പോകണം. വൈകിട്ട് മറ്റേ ഒരു കസ്റ്റമറെ കാണാൻ പോകാനുണ്ട്. പിന്നെ സ്റ്റേജ് അടിക്കാൻ പോകണം. അവരുടെ സൺഡേ ആയിട്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എന്റെ കണ്ണ് വെളിയിലാണെങ്കിൽ നിങ്ങൾ ഒന്നും തോന്നരുത്. ഞാനിങ്ങനെ കണ്ണുകൾ പരതുവാണ്. ഓരോ കടകളിലേക്ക്, തുണിക്കടകളിലേക്ക് പോകുന്നത്. പല കടകളിലേക്ക് എന്റെ കണ്ണുകൾ പായുകയാണ്. അതുപോലെ തന്നെ നമ്മള് സുന്ദരപാണ്ഡിപുരം പോയ ഷോർട്ട് വീഡിയോ ഇന്നിടും കേട്ടോ. ഇന്നിടും. ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങള് ഇന്ന് രാത്രി 12 മണിക്കാണ് പോയത്. എന്നിട്ട് നാളെ രാവിലെ 6 മണിക്ക് ചെന്നപ്പോ ചെയ്യാതെ പോയി. പോകാന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് പോയാണ്. പക്ഷെ നമ്മള് യഥാർത്ഥത്തിൽ ഇന്ന് സൺഡേ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, പോകണമെന്ന് വെച്ചിരുന്നു. പക്ഷെ ഇന്ന് അതുകൊണ്ട് നമ്മൾ ഇത്ര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇന്ന് പിന്നെ ഒരു വർക്ക് കൂടെ പെട്ടെന്നൊരു വർക്ക് വന്ന് അതും കൂടെ പിന്നെ എടുത്ത് കണ്ണന്റെ ഉണ്ണിയുടെ ശ്യാമിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ട് പോലില്ല. ദൈവത്തിന്റെ ദൈവമൊക്കെ 24 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി. ഫുള്ളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. തനുണ്ട്. ദേവുനും തനുവിനും കണ്ണനൊക്കെ വീട്ടിലുണ്ട്. എല്ലാരും വീട്ടിലുണ്ട്. തനുവിനെ ഒന്നും കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് കൊണ്ടുവരാൻ കേറുമ്പോഴത്തേക്കിന് നമ്മളിനി കടയിലോട്ടൊന്ന് കേറട്ടെ. കേറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോ നല്ല സത്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിക്കിച്ച് പോകാറ്. തിരിച്ചു ഓടിക്കാമേ. ഒത്തിരി നാളാ ഞാൻ ഓടിച്ചിട്ട്. തിരിച്ചു ഓടിച്ചു നോക്കണേ. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പൊ 3-4 കൊളാബ് കൂടെ ഈ ആഴ്ചത്തേക്ക് വന്നിട്ടുണ്ട്. 3-4 സ്ഥാപനത്തിൽ നമ്മളെ വിളിച്ച് ചെയ്തിട്ട് പറയാം. കാരണം വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. കാരണം നിങ്ങളുടെ പറയാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയത്തുള്ളതൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് ഇപ്പൊ ആദ്യം ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതിനൊക്കെ ഒരു അവസരം കിട്ടിയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ്. തീർച്ചയായിട്ടും ഒരിക്കലും ഞങ്ങൾ നടക്കത്തില്ല. അതുപോലെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാളും കൂടുതലായിട്ട് ഇനി സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടില്ലെങ്കിൽ അവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമാണ്. അങ്ങനെ കുറെ പിള്ളേരുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന. ശരണ്യ, കുറെ പേര് പുതിയ ആൾക്കാർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്. ഞങ്ങൾക്ക് അവരോടും തിരിച്ച് ഒരുപാട് സ്നേഹമുണ്ട് ഗൈസ്. അതുപോലെ ഇനിയും ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നേക്കാളും നല്ലപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഓണത്തിന്റെ കടകൾ നോക്കുകയാണ് ഗൈസ്. കൈ കഴിച്ചോടെ ഞാൻ ഈ കടയിൽ നോക്കുവാണ് ഗൈസ്. പുതിയ ഡിസൈൻ, പുതിയ ഡ്രസ്സാണ് ഗൈസ്. അല്ലേ? എന്താ പുതിയ ഡ്രസ്സാണ് പറയാതെ? ഇതൊരു പുതിയ ഡ്രസ്സാണ്. നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ ഓരോരോ പുതിയ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എന്റെ റൗണ്ട് അടിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ അങ്ങനെയല്ല ഗൈസ്. നമ്മളൊരു തുണിക്കട തുടങ്ങാൻ നമുക്ക് സ്വന്തമായിട്ട് എല്ലായിടത്തും ഇടാമല്ലോ. പിന്നെ ആരും കൊടുക്കേണ്ടി വരത്തില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ എത്തേണ്ട കടയെത്തി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ.